Praise God. There is a great presence of God. Hallelujah. This is the realm of His glory. ഇത് ദൈവമഹത്വത്തിന്റെ ഒരു പ്രതലമാണ്. ഇത് സ്വർഗം ചാഞ്ഞിറങ്ങിയ ഒരു പ്രതലമാണ്. നാം എന്ത് അംഗീകരിക്കുന്നുവോ അത് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരും. So we are in the school of faith. നമ്മളൊരു കേവലം ഒരു സർവീസിലല്ല, നമ്മളൊരു വിശ്വാസത്തിന്റെ പാഠശാലയിലാണ്. We are in the school of faith. There is a faith awakening. നമ്മുടെ വിശ്വാസം ഉണരുന്ന, നമ്മൾ ചെറുതായി ചിന്തിക്കുന്ന നമ്മുടെ ചെറിയ മനോഭാവങ്ങൾ, ചെറിയ കാഴ്ചപ്പാടുകളെല്ലാം പൊളിഞ്ഞ് ദൈവം എത്ര വലിയവനാണോ ആ വലിപ്പത്തിൽ, ഉയരത്തിൽ, ആഴത്തിലൊക്കെ ഒന്ന് ചിന്തിക്കുവാൻ വിശ്വാസം നമ്മെ ഒന്ന് പരിശീലിപ്പിക്കുകയാണ്. We're not to be limited by our culture, by our thinking, by our limitations, by our backgrounds. As our God is big, that's the level and the limit to which God wants us to raise. Amen. അപ്പോൾ ഈ നമ്മുടെ വിശ്വാസം ഉണർത്തപ്പെടുമ്പോൾ നാം മിണ്ടാതിരിക്കുന്ന വ്യക്തികളായിട്ടല്ല. We conquer. Hallelujah. നമ്മൾ ദൈവത്തിൽ നിന്ന് ചിലതെല്ലാം പ്രാപിച്ചു എന്ന് മാത്രമല്ല, അതെല്ലാം അതിന്റെ ആദ്യത്തെ പാഠമാണ്. You become a kingdom officer. Amen. You become a kingdom enforcing officer. ഈ വിശ്വാസത്തിന്റെ പാഠങ്ങളൊക്കെ പഠിക്കുമ്പോൾ, സ്തോത്രം, നിങ്ങൾ നിൽക്കുമ്പോൾ, നിങ്ങളുടെ നോട്ടത്തിൽ, നിങ്ങളുടെ കയ്യടിയിൽ, നിങ്ങളുടെ സംസാരത്തിൽ, നിങ്ങളുടെ അന്യഭാഷകളിൽ ആ ചേഞ്ച് വരണം. Hallelujah. പട്ടാളത്തിൽ ഒരു ജനറൽ നിൽക്കുമ്പോൾ, നിങ്ങളൊരു ജനറൽ നിൽക്കുന്ന കണ്ടിട്ടുണ്ട്, നിങ്ങൾ നോക്കണം. ആർമി ജനറൽസ് ഒക്കെ നിൽക്കുന്നത് എങ്ങനെയാണ്, അവിടുത്തെ സീനിയർ ഓഫീസേഴ്സ് നിൽക്കുന്നത് എങ്ങനെയാണ്, അവിടുത്തെ പട്ടാളക്കാർ എങ്ങനെയാണ് നിൽക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ദൈവരാജ്യത്തിൽ എത്രയധികം. ഭൂമിയിലുള്ള പട്ടാളം എങ്ങനെയെങ്കിൽ ആസ് കിങ്ഡം എൻഫോഴ്സിംഗ് ഓഫീസേഴ്സ് നമ്മുടെ ദൈവം, our king is the Lord of hosts. Hallelujah. സൈന്യങ്ങളുടെ യഹോവയാണ്, യഹോവ ശവോത്ത്. He is the Lord of the angel armies. And we are kingdom enforcing officers. Amen. Hallelujah. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വിശ്വാസത്തിന്റെ പാഠങ്ങളൊക്കെ നമുക്ക് നല്ലോണം പഠിച്ച് ഹല്ലേലൂയ നമുക്ക് ശക്തരായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാം. വിശ്വാസം ചലിക്കണമെങ്കിൽ എന്ത് വേണം? സ്നേഹമാണ് അതിന്റെ അടിസ്ഥാനം. കർത്താവിനോട് സ്നേഹം ഇല്ലെങ്കിൽ പിന്നെ എന്തിനു വിശ്വാസം? Faith cannot work without love. Faith works to its maximum without. അത് തന്നെ ഒരു പ്രസംഗമാണ്. Hallelujah. Faith working through love. Amen. Praise God. അപ്പോൾ ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന ദൂത്, Hallelujah, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? Who has believed our report? That's the message title for today. Who has believed our message, our report? ഞങ്ങൾ കേൾപ്പിച്ചത്. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 16-17 വാക്യങ്ങൾ. ഹീലിംഗ് ഈസ് ഇൻ ദി അറ്റോൺമെന്റ്. ദൈവിക സൗഖ്യം യേശുവിന്റെ ക്രൂശിലുള്ള യാഗത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഹീലിംഗ് ഇസ് നോട്ട് an extra of the gospel. സുവിശേഷത്തിന്റെ ഒരു ആഡ് ഓൺ എക്സ്ട്രാ അല്ല ദൈവിക സൗഖ്യം, ശാരീരിക സൗഖ്യം. Hallelujah. It's an essential, integral part of the gospel. Hallelujah. പാസ്റ്റർജിത്തിന്റെ മേൽ കിടക്കുന്ന ദൈവത്തിന്റെ ഒരു നിയോഗം എന്ന് പറഞ്ഞു, വിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, take my miracle healing and delivering power to the nations of the world and to the generations. അതുകൊണ്ടാണ് പാസ്റ്റർ സ്തോത്രം ഹീലിംഗിനെ കുറിച്ച് പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യാൻ കാരണം. ഇറ്റ്സ് എ മാൻഡേറ്റ് ഫ്രം ദ ഹെവൻലി കോർട്ട്. ഹല്ലേലൂയ. അങ്ങനെയുള്ള എൻകൗണ്ടറുകളുടെ മധ്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, പിതാവാം ദൈവം, പുത്രനാം ദൈവം വ്യത്യസ്ത നിലവാരങ്ങളിൽ മാൻഡേറ്റുകൾ തരും. Take my miracle healing and delivering power to the nations of the world and to the generation. അപ്പോസ്തോലിക് ലിവിംഗ് ഫെയ്ത്ത് ചർച്ചിന്റെ മേൽ അങ്ങനെ ഒരു ദൗത്യമുണ്ട്. അതുകൊണ്ടാണ് പാസ്റ്റർ ഈ ദിവസങ്ങളിൽ സ്കൂൾ ഓഫ് ഹീലിംഗ് ഡെലിവറൻസും ഒക്കെ നമ്മൾ വന്നു കുറച്ച് സൗഖ്യം പ്രാപിച്ചു. No. We must be able to minister God's healing and miracle delivering power, raw power of God. Hallelujah. Today is your day of healing. This is a miracle atmosphere. ദൈവത്തിന്റെ സാന്നിധ്യം എവിടെയോ, this is the presence atmosphere. അതുകൊണ്ട് ഇന്ന് അത്ഭുതങ്ങൾ നടക്കും. രോഗികൾ സൗഖ്യമാകും, ദുർഭൂതങ്ങൾ വിട്ടുപോകും, പൈശാചിക ആസക്തികൾ തകർന്നു മാറും. You cannot be in the house of God and remain bound. ദൈവത്തിന്റെ ഭവനത്തിൽ നിങ്ങൾ വന്നിട്ട് നിങ്ങൾ ബന്ധനത്തിലായിരിക്കും. No. That's a no go. ഇന്ന് പകൽക്കാലം പാസ്റ്ററിന്റെ മേൽ കിടക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് മാത്രമല്ല, നിങ്ങളുടെ ഉള്ളിൽ ഒരു വെറുപ്പുണ്ടാക്കുക. പൈശാചിക രോഗത്തോടും പൈശാചിക അടിമത്തത്തോടും, ഹല്ലേലൂയ, ദുരാത്മ ബാധകളോടും നിങ്ങളുടെ ഉള്ളിൽ ഒരു വൈരാഗ്യം. ഹല്ലേലൂയ. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 16-17 വാക്യങ്ങൾ. യെസ്. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. പൗലോസ് അപ്പോസ്തലൻ റോമ സഭാ മക്കൾക്ക് എഴുതുകയാണ്, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. I'm not ashamed of the gospel of Jesus Christ. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. പാസ്റ്റർക്ക് ലജ്ജയില്ല. ചോദ്യം, നിങ്ങൾക്ക് ലജ്ജയുണ്ടോ സുവിശേഷത്തെക്കുറിച്ച്? നിങ്ങൾ എത്ര പേരോട് സുവിശേഷം പറയുന്നുണ്ട്? യേശുവിനെ കുറിച്ചൊന്ന് പറയുന്നുണ്ട്? നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ സ്വത്രം ലജ്ജയില്ലാതെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ യേശുവിനെ കുറിച്ച് പറയണം. നിങ്ങൾ യേശുവിന്റെ സാക്ഷിയാണ്, യേശുവിന്റെ ശിഷ്യനാണ് എന്ന് ജനം ഗസ് ചെയ്യരുത്. അത് അവർക്ക് വളരെ വ്യക്തമായിരിക്കണം. നിങ്ങൾക്ക് ആരോടാ സ്നേഹം, ആരോടാ പ്രേമം, ആരാണ് നിങ്ങളുടെ ആദ്യത്തെ സ്നേഹം എന്ന് ആർക്കും സംശയമില്ലാത്ത രീതിയിൽ നിങ്ങളെ കാണുമ്പോൾ, ഓ, ഇവൻ യേശുവിന്റെ ശിഷ്യനാണല്ലോ.
നമ്മൾ പറയാം, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. പൗലോസ് അപ്പോസ്തലൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരാഗ്രഹത്തിലാണ്, ജയിലിൽ കിടന്നുകൊണ്ട് വളരെ ഡിപ്രസിംഗ് ആയിട്ടുള്ള സാഹചര്യമാണ് എനിക്കുള്ളത്. ഭയങ്കര വേദനയേറിയ സാഹചര്യമാണ്, ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആമങ്ങളിലാണ്, ആമത്തിലായിരിക്കുകയാണ്, ജയിൽ തളവറയിൽ കിടക്കുക. ശരീരത്തെ മനുഷ്യർക്ക് ജയിലിലിടാം, പിശാചിനെ ജയിലിലിടാം, പക്ഷെ നിങ്ങളുടെ ആത്മാവിനെ തൊടുവാൻ ഒരു പിശാചിനും കഴിയുകയില്ല. ഒരു കഴുകൻ പറന്നു വരുന്ന പോലെ ഒന്ന് പറന്നു ഉയർന്നാൽ, നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾ ഒന്ന് പറന്നു ഉയർന്നാൽ, നിങ്ങൾ എല്ലാ പരിമിതികളെ പൊട്ടിക്കും. നിങ്ങളുടെ മനസ്സിടുന്ന പരിമിതികളെ, നിങ്ങളുടെ ശരീരം കൊണ്ടുവരുന്ന പരിമിതികളെ, നിങ്ങളുടെ ആത്മ മനുഷ്യൻ ഒന്ന് പറക്കാൻ തുടങ്ങിയാൽ, ഒന്ന് ബലംപ്പെട്ട, ഒന്ന് ചൂട് പിടിച്ചാൽ, ഇന്നാടെയൊക്കെയോ ആത്മ മനുഷ്യനിൽ ദൈവത്തിന്റെ ആ ചൂട് പകരുകയാ, ആ ശക്തി പകരുകയാ, ആ ബലം പകരുകയാ, ആ ജീവൻ പകരുകയാ, ആ സാന്നിധ്യം പകരുകയാ, ആ അഭിഷേകം പകരുകയാ. നിന്നെ ഒരു കഴുകനെ പോലെ പറന്നുയരുവാൻ, നിന്റെ പരിമിതികൾക്ക് മീതെ പറന്നുയരുവാൻ, നിന്റെ മനസ്സുകൊണ്ട് വരുന്ന നിന്റെ പരിമിതികളുടെ മീതെ, നിന്റെ ശരീരം വെക്കുന്ന ലിമിറ്റ്, മനുഷ്യർ വെക്കുന്ന, നിന്റെ ദേശം വെക്കുന്ന, നിന്റെ കുടുംബം വെക്കുന്ന സാഹചര്യങ്ങളുടെ മീതെ പറന്നുയരുവാൻ നിന്റെ ആത്മ മനുഷ്യനൊന്ന് ചൂട് പിടിച്ചാൽ, ദൈവവചനത്തിനാണ് നമ്മുടെ ആത്മാവിനൊന്ന് ചൂട് പിടിപ്പിക്കുവാൻ കഴിയുന്നത്. ദൈവത്തിന്റെ വചനത്തിനാണ്. ബിക്കോസ് ദൈവത്തിന്റെ വചനം ആത്മാവും ജീവനും. The word of God is life and spirit, and that's what empowers our spirit man to be dynamited and soar like an eagle. Amen. അപ്പോൾ സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. കാരണം എന്താണ്? അത് വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന്റെ ശക്തിയാണ്. വായിക്കാം. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അതുള്ള വിശ്വാസത്തിന്റെ യാത്ര. This is a journey. Christian life is a journey of faith. For therein the righteousness of God is revealed from faith to faith, as it is written, the just shall live by faith. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. Hallelujah. So this is a faith walk. ദൈവത്തിന്റെ നീതിമാൻ എങ്ങനെയാണ് ജീവിക്കുന്നത്? വിശ്വാസത്താൽ. Hallelujah. ജീവിക്കും. ആമേൻ. ആമേൻ. സുവിശേഷം ദൈവത്തിന്റെ ശക്തിയാണ്. അത് രക്ഷയ്ക്കായ ദൈവത്തിന്റെ ശക്തിയാണ്, അത് സൗഖ്യത്തിനായ ദൈവത്തിന്റെ ശക്തിയാണ്, അത് വിടുതലിനായ ദൈവത്തിന്റെ ശക്തിയാണ്. Gospel is God's power to save, to heal and to deliver. സുവിശേഷം എന്താ? ദൈവത്തിന്റെ ശക്തിയാണ്. നിങ്ങൾ ഇത് പറയുമ്പോൾ തന്നെ സൗഖ്യം നടക്കുക, ബ്രേക്ക് ത്രൂ നടക്കുക, വിടുതൽ നടക്കുക. ദൈവം പറയുന്നത് നിങ്ങൾ അംഗീകരിച്ചാൽ, when you acknowledge what God is saying, the result will be manifested. Amen. So the gospel is God's power to save, heal and deliver. ഈ സുവിശേഷം മനുഷ്യന്റെ ആത്മാവിന് വേണ്ടി മാത്രമല്ല, മനുഷ്യന്റെ ദേഹം ദേഹി. So it's a full gospel, a total gospel for the total man. Yes, it's the whole gospel for the whole man. നമ്മൾ പലയിടത്തും സ്തോത്രം ഭാഗികമായിട്ടുള്ള സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നത്. ആത്മാവിന് വേണ്ടിയുള്ളത്, ചിലപ്പോൾ മനസ്സിന് വേണ്ടിയുള്ളത്, ചിലപ്പോൾ ശരീരത്തിന് വേണ്ടിയുള്ളത്. But this is a total gospel. നിങ്ങളിത് അംഗീകരിക്കുമ്പോൾ തന്നെ എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ ദേഹം ദേഹി ആത്മാവിൽ ദൈവശക്തി, ഈ സുവിശേഷം പ്രവർത്തിക്കാൻ തുടങ്ങും. It's no magic, no secret. If you will believe, you will receive. നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് പ്രാപിക്കുവാൻ കഴിയും. If you believe, you will have. So this is the total, full, whole gospel for the total man, for the full man, for the spirit, soul and body. ദേഹം ദേഹി ആത്മാവിന് വേണ്ടിയുള്ള സുവിശേഷമാണ് ക്രൂശിൽ കർത്താവ് സ്തോത്രം നമുക്ക് വേണ്ടി തികച്ചെടുത്തിരിക്കുന്നത്. ഇന്ന് അതിന്റെ ഒരു ഭാഗമാണ് healing is in the atonement. Healing is an integral part of the atonement. സൗഖ്യം കർത്താവ് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി നേടിയെടുത്തതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. It's not just an add-on, not just an extra, but it's an essential. Hallelujah. എത്രമാത്രം ആത്മാവിന്റെ രക്ഷ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാധാന്യമാണോ അത്രമാത്രം it's a twin. Salvation and healing are twins. They are two sides of the coin. ആത്മാവിന്റെ രക്ഷ മാത്രം പ്രസംഗിക്കുകയും ശരീരത്തിന്റെ സൗഖ്യം പ്രസംഗിക്കാത്തത് ഇറ്റ്സ് എ പാർട്ട് ഗോസ്പൽ. ഹല്ലേലൂയ. ശരീരത്തിന്റെ സൗഖ്യം പ്രസംഗിക്കുകയും ആത്മാവിന്റെ രക്ഷ പ്രസംഗിക്കാതിരിക്കുന്നതും ഇറ്റ്സ് എ ഹാഫ് ഗോസ്പൽ, പാർട്ട് ഗോസ്പൽ. ഇറ്റ്സ് എ ഡുവൽ പ്രൊവിഷൻ, a double provision, a double cure. നമ്മുടെ പാപത്തിൽ നിന്നുള്ള രക്ഷ, forgiveness from sins and healing from our sickness. Hallelujah. ഇന്നത്തെ ഈ വചന പഠനത്തിലൂടെയും ധ്യാനത്തിലൂടെയും നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങൾ കർത്താവ് കാൽവരി ക്രൂശിൽ നേടിയെടുത്ത ഈ വലിയ രക്ഷയിൽ, this great salvation. Hallelujah. നമ്മുടെ ആത്മാവിന്റെ രക്ഷ മാത്രമല്ല, നമ്മുടെ ശരീരത്തിന്റെ സൗഖ്യം. Hallelujah. ഇന്ന് ഞാൻ ഇവിടെ ചോദിക്കുക, എത്ര പേര് മരുന്ന് കഴിക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 80% ആൾക്കാരും മരുന്ന് കഴിക്കുന്നവരാണ്. നമുക്ക് മരുന്ന് ഈസിലി അവൈലബിൾ ആണ്, നമുക്ക് ആശുപത്രികൾ അവൈലബിൾ ആണ്, ഞങ്ങൾ തന്നെ ഡോക്ടർമാരാണ്, അതുകൊണ്ട് അത് സർവ്വസാധാരണമായി. പക്ഷെ ദൈവത്തിന്റെ ഒറിജിനൽ ഇന്റന്റും പ്ലാനും മരുന്ന് കഴിച്ച് നാം ജീവിക്കണം എന്നല്ല. നിവൃത്തിയില്ലെങ്കിൽ നമുക്ക് മരുന്ന് കഴിക്കാൻ ഒന്നും കുഴപ്പമില്ല. സ്തോത്രം. ദൈവത്തിന്റെ ഹിതം എന്താണ്? What is God's heart, God's will? That we live, we take medicines, we take medications and live by that. No.
ഡയബറ്റീസ്, പ്രഷർ, ക്യാൻസർ, ഈ രോഗങ്ങൾക്കൊന്നും there is no absolute cure. നിങ്ങൾ മരുന്ന് കഴിച്ച് ജീവിതത്തിന്റെ അവസാനം വരെ നമുക്ക് കഴിച്ചുകൊണ്ട് പോകാം. പക്ഷേ ഈ ദൈവവചനത്തിന്റെ ഈ വെളിപ്പാടുകൾ നിങ്ങൾ ഹൃദയത്തിന്റെ ഉള്ളത്തിലേക്ക് വരുമ്പോൾ you understand that there is a better provision, a better way to live a life. It's divine healing and divine health. ഇന്നിവിടെ ആരെങ്കിലും ഒക്കെ ഞാൻ ചാലഞ്ച് ചെയ്യാം, പ്രത്യേകിച്ച് യൗവന തലമുറകളിൽ നിന്ന് ആരെങ്കിലും ഒക്കെ അങ്ങനെ ദൈവത്തിന്റെ ഹൃദയത്തെ ഒന്ന് കണ്ടെത്തുവാൻ. You begin to see ദൈവത്തിന്റെ സൗഖ്യം, God's healing, divine healing for our bodies and for our mind, for our soul is not just an add-on extra. It's an integral part, an essential part of the gospel. That's the truth. നിങ്ങൾ സത്യം അറിയുകയും ഈ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. Praise God for medicines, praise God for doctors, praise God for all medical research and technology. We just praise God and thank God for all of them. Hallelujah. But God's way is that we live and have our being by His word, by His life, by His Holy Spirit. Amen. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ സുപരിചിതമായ ഭാഗങ്ങളാണ്. ആദ്യത്തെ 16 വാക്യങ്ങളിൽ 4 സൗഖ്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. Matthew chapter 8 is a chapter on divine healing. Hallelujah. Personal healings, individual healings. 3 വ്യക്തികൾക്ക് യേശു പ്രദാനം ചെയ്ത സൗഖ്യവും 14-ാം വാക്യത്തിൽ കൂട്ട വിടുതലുകൾ, കൂട്ട സൗഖ്യങ്ങൾ, കൂട്ടമായി ഭൂതഗ്രസ്തർ സൗഖ്യമാകുന്ന ഒരു മാസ് ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. So it is individual healings and mass healings. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം ദൈവിക സൗഖ്യത്തിന്റെ ഒരു അധ്യായമായി പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാരെ, യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നാരെ വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. ഒരു വലിയ പുരുഷാരമാണ് യേശുവിന്റെ പിന്നാലെ പോയത്. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ചു. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. നിനക്ക് മനസ്സുണ്ടെങ്കിൽ, നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം ചിന്തിച്ചതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓടിച്ചു പോവുകയാണ്. ഈ കുഷ്ഠരോഗി, അന്നത്തെ മെഡിക്കൽ സയൻസിൽ കുഷ്ഠം സൗഖ്യമാക്കുവാൻ മരുന്നില്ല. ഇന്ന് കുഷ്ഠത്തിന് വേണ്ടി, ലെപ്രസിക്ക് വേണ്ടി മരുന്നുണ്ട്. Praise God for that. Amen. അന്ന് മരുന്നില്ല. അന്ന് ദൈവം സൗഖ്യമാക്കിയാൽ സൗഖ്യമായി, അല്ലെങ്കിൽ കുഷ്ഠം ബാധിച്ച് മരിക്കുകയേ ഉള്ളൂ. പക്ഷെ ഒരു മനുഷ്യൻ യേശുവിന്റെ അടുക്കൽ വന്ന് പറയുകയാ, യേശുവേ, അങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ, അങ്ങക്ക് സൗഖ്യമാക്കുവാൻ കഴിയുന്നതിൽ എനിക്കൊരു സംശയമില്ല. മനസ്സുണ്ടെങ്കിൽ, അല്ലേ, അതിനൊക്കെ വലിയ അർത്ഥമാണ്. പക്ഷെ യേശു എന്താ പറയുന്നത്? യെസ്. അവൻ കൈനീട്ടി അവനെ തൊട്ടു. യേശു കൈനീട്ടി. കുഷ്ഠരോഗികളെ തൊട്ടാൽ, പഴയ നിയമത്തിൽ ആരെങ്കിലും കുഷ്ഠരോഗികളെ തൊട്ടാൽ അശുദ്ധന്മാരാണ് കുഷ്ഠരോഗികൾ. അശുദ്ധനെ തൊട്ടാൽ നിങ്ങൾ അശുദ്ധരായി തീരും. പക്ഷെ യേശു എന്താ ചെയ്യുന്നത്? അശുദ്ധനായ ഈ വ്യക്തിയെ യേശു തൊടുകയാണ്. അല്ലേ? യേശു പിതാവാം ദൈവത്തിന്റെ ഹൃദയത്തെ വെളിപ്പെടുത്തുകയാണ്. പഴയ നിയമത്തിൽ കുഷ്ഠം, പാപം, ഇതെല്ലാം അശുദ്ധമാണ്. എന്തിനാണ് കർത്താവ് ഈ ന്യായ പ്രമാണങ്ങളെല്ലാം മനുഷ്യർക്ക് നൽകിയത്? മനുഷ്യർക്ക് മനുഷ്യരുടെ സ്വന്തം ശക്തി കൊണ്ടോ മനുഷ്യരുടെ സ്വന്തം കഴിവുകൊണ്ടോ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ, നീതീകരിക്കപ്പെടുവാൻ, പാപം ക്ഷമിക്കുവാൻ കഴിയുകയില്ല. അതിന് മനുഷ്യർ ദൈവസന്നിധിയിലേക്ക് വരണം. മനുഷ്യന്റെ പാപം ക്ഷമിച്ചു കിട്ടണമെങ്കിൽ, അശുദ്ധനായ മനുഷ്യൻ ശുദ്ധനായി തീരണമെങ്കിൽ അത് മാനുഷികമായി കഴിയുകയില്ല. അതുകൊണ്ട് പാപത്തെ വളരെ ഗൗരവമായി മനുഷ്യർക്ക് തിരിച്ചറിയുവാൻ, മനസ്സിലാക്കുവാൻ ദൈവം കൽപ്പനകൾ കൊടുത്തു. ഹല്ലേലൂയ. അപ്പോൾ ഈ കൽപ്പനകൾ കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ ഹൃദയം മനുഷ്യന്റെ പാപത്തിന്റെ ക്ഷമ മാത്രമല്ല, മനുഷ്യന്റെ രോഗത്തിൽ നിന്ന്, കുഷ്ഠം ബാധിച്ചിരിക്കുന്ന അശുദ്ധനായ രോഗിയായിരിക്കുന്ന വ്യക്തികളെയും സൗഖ്യമാക്കുവാൻ യേശു തന്റെ കൈ നീട്ടുകയാണ്. ഈ കുഷ്ഠരോഗിയോട് മനസ്സലിഞ്ഞ് യേശു കൈ നീട്ടിയതുപോലെ നിങ്ങൾ രോഗികളാണെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും രോഗം അനുഭവിക്കുന്നെങ്കിൽ ആ കൈ നിങ്ങളിലേക്ക് നീണ്ടു വരികയാണ്. ഹാൻഡ് ഓഫ് കമ്പാഷൻ. ജീസസ് ടച്ച്ഡ് ദ ലെപ്പർ. കുഷ്ഠരോഗിയെ യേശു സ്പർശിച്ചു. എന്താ കർത്താവ് പറഞ്ഞത്? എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകാ എന്ന് പറഞ്ഞു. നീ ശുദ്ധമാകാം, എനിക്ക് മനസ്സുണ്ട്. യേശുവിന്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചേ. ഏറ്റവും പുറന്തള്ളപ്പെട്ടവൻ, ഏറ്റവും വെറുക്കപ്പെട്ടവൻ, പഴയ നിയമപ്രകാരം എല്ലാ ഓഹരികളിൽ നിന്നും പുറന്തള്ളപ്പെട്ടവൻ, ഒരു അവകാശത്തിനും അർഹതയില്ലാത്തവൻ, ആ വ്യക്തിയോടും കർത്താവ് പറയുക, എനിക്ക് മനസ്സുണ്ട്. നിങ്ങളെ സൗഖ്യമാക്കുവാൻ 100 മനസ്സായ യേശുവിന്. ആ സൗഖ്യം നിങ്ങൾക്ക് വേണോ? ആ സൗഖ്യം നിങ്ങളൊന്ന് സ്വീകരിക്കുമോ? ഞങ്ങൾ കേൾപ്പിച്ചത് ആര് വിശ്വസിച്ചിരിക്കും? ഞങ്ങൾ കേൾപ്പിച്ചത് എന്ന് യേശു പറയുക, പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുക, നിന്നെ സൗഖ്യമാക്കുവാൻ, നിന്നെ പൂർണ്ണനാക്കുവാൻ, ആത്മദേഹി ദേഹത്തിൽ നിന്നെ പൂർണ്ണനാക്കുവാൻ, സൗഖ്യമാക്കുവാൻ ദൈവത്തിന് മനസ്സുണ്ട്. യേശു തൊടുകയാണ്. യെസ്. എന്താ സംഭവിക്കുന്നത്? ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധമായി. ഹല്ലേലൂയ. ഈ മനുഷ്യൻ ശുദ്ധനായി, സൗഖ്യമായി. ഹല്ലേലൂയ. ആ കരം നിങ്ങളുടെ മേലൊന്ന് വന്നാൽ, ആ കരം നിങ്ങളൊന്ന് സ്വീകരിച്ചാൽ, ഇന്ന് ആ കരം എന്താ? യേശുവിന്റെ കരം എന്താണ് പ്രിയപ്പെട്ടവരെ? 12 വർഷം രക്തസ്രാവക്കാരി സ്ത്രീ എന്ത് ചെയ്തു? ഞാൻ യേശുവിന്റെ തൊങ്ങലൊന്ന് തൊട്ടാൽ, ആ വസ്ത്രം ഒന്ന് തൊട്ടാൽ. ഇന്ന് യേശുവിന്റെ വസ്ത്രം നമുക്കില്ല, യേശുവിന്റെ വചനം. ആ വചനമാണ് യേശുവിന്റെ വസ്ത്രം. ഈ വചനമാണ് യേശുവിന്റെ കൈ. ഞങ്ങൾ പറഞ്ഞത് ആർ വിശ്വസിച്ചിരിക്കുന്നു? ആർക്കാണ് ദൈവത്തിന്റെ ഭുജം?
ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ഈ വചനം വിശ്വസിക്കുമ്പോൾ, ഈ പറയപ്പെടുന്ന പരിശുദ്ധാത്മാവ് നൽകുന്ന യേശുവിന്റെ വചനം, ദൈവത്തിന്റെ വചനം നാം വിശ്വസിക്കുമ്പോൾ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞൊരു വ്യക്തി വലിക്കുമ്പോൾ ആ ഭുജം വരികയാണ്. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? ആർക്കാണ് യഹോവയുടെ ഭുജം വെളിപ്പെട്ടിരിക്കുന്നത്? ആരെങ്കിലും ഒന്ന് പറയോ, ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ മെസ്സേജ്, അങ്ങയുടെ റിപ്പോർട്ട്, അങ്ങയുടെ ദൂത് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് യഹോവയുടെ ഭുജം എന്റെ മേൽ. ആ മുഖങ്ങൾ തകരും. ആ അടിമത്വം യേശുവിൻ നാമത്തിൽ ബ്രേക്ക് ആകുകയാണ്. ആ രോഗം സൗഖ്യമാകുകയാണ്. ആ അത്ഭുതം നടക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ഡയബറ്റീസിനോട് ഒരു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുക. We have declared war against diabetes. ആ മല തകരുകയാണ്. അനേക ഡയബറ്റീസ് രോഗികൾ, പ്രമേഹ രോഗികൾ സൗഖ്യമാകുകയാണ്. അങ്ങനെയുള്ള വിശ്വാസം ദൈവത്തിന്റെ ജനത്തിന്റെ ഉള്ളിലേക്ക്. ഇൻസുലിൻ കൊണ്ടല്ല ഞാൻ ജീവിക്കേണ്ടത്. ആമേൻ. പ്രൈസ് ഗോഡ്. കർത്താവ് തൊട്ടു, ക്ഷണത്തിൽ ആ കുഷ്ഠരോഗി സൗഖ്യമായി. ഹല്ലേലൂയ. 5-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അവൻ കഫർനഹൂമിൽ എത്തിയപ്പോൾ, സ്തോത്രം, 2-ാമത്തെ സൗഖ്യം കഫർനഹൂമിൽ യേശു എത്തുകയാണ്. ഒരു ശതാധിപൻ വന്ന് അവനോട്, കർത്താവേ, എന്റെ ബാല്യക്കാരൻ പക്ഷവാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ചു. 2-ാമത്തെ സൗഖ്യം, ഒരു ശതാധിപൻ 100 പട്ടാളക്കാരുടെ മേൽ മേധാവിയായ താൻ യേശുവിന്റെ അടുക്കൽ വന്ന് പറയുക, യേശുവേ, ഞാൻ അങ്ങേ തിരിച്ചറിയുന്നു. ഗുരുതരമായ രോഗം ബാധിച്ച് മരിക്കാറായിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങ് വന്ന് എന്റെ ബാല്യക്കാരനെ സൗഖ്യമാക്കണമേ. അവൻ അവനോട്, ഞാൻ വന്നവനെ സൗഖ്യമാക്കൂ എന്ന് പറഞ്ഞു. നോക്കി യേശുവിന്റെ ഹൃദയം നോക്കി. യേശു പറയാ, ഞാൻ വന്ന് അവനെ. And Jesus said unto the centurion, I will come and heal him. ഇന്ന് സൗഖ്യം ആവശ്യമുണ്ടോ? ഒരു അത്ഭുതം ആവശ്യമുണ്ടോ? നിങ്ങളൊന്ന് വിളിച്ചാൽ, നിങ്ങളൊന്ന് ആഗ്രഹിച്ചാൽ, നിങ്ങളൊന്ന് വിശ്വസിച്ചാൽ, ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചു? നിങ്ങൾ വിശ്വസിച്ചാൽ അവൻ നിങ്ങളുടെ അടുക്കലേക്ക് വരും. നമുക്ക് ആ ഭാഗമെല്ലാം അറിയാമല്ലോ. യേശു പറയാ, പോകാം, വരാം, നിന്റെ വീട്ടിലേക്ക് വരാം. ആ മനുഷ്യൻ പറയാ, എന്റെ വീട്ടിൽ വരേണ്ട ആവശ്യമില്ല, ഒരു വാക്ക്, കൈവെക്കണ്ട, ഒന്നും വേണ്ട, സ്പീക്ക് ദ വേർഡ് ഓൺലി. ഒരു വാക്ക്. പാസ്റ്റർ പ്രാർത്ഥിക്കാൻ ഇന്ന് മിനിസ്റ്റർ ചെയ്യാൻ സമയം എടുക്കുന്നില്ല, പക്ഷെ ഇന്ന് പാസ്റ്ററിൽ നിന്ന് ഈ പുറപ്പെടുന്ന ഈ വാക്ക് നിങ്ങളെ സൗഖ്യമാക്കും. അതെ, നിങ്ങളുടെ കെട്ടഴിക്കും, നിങ്ങളുടെ പാരമ്പര്യ രോഗങ്ങൾ സൗഖ്യമാകും, നിങ്ങളുടെ മാനസിക രോഗങ്ങൾ സൗഖ്യമാകും, ഡയബറ്റീസ് സൗഖ്യമാകും, പ്രഷർ രോഗം സൗഖ്യമാകും, ക്യാൻസർ സൗഖ്യമാകും. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. 13-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. പിന്നെ യേശു ശതാധിപനോട് ഇങ്ങനെ യേശുവിനെ വിശ്വസിക്കുന്ന, യേശുവിന്റെ വാർത്ത വിശ്വസിച്ച ശതാധിപനോട് യേശു പറയുകയാണ്, യെസ്, പോകാ, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. പോകാ, നീ വിശ്വസിച്ചതുപോലെ. യെസ്. ആ നാഴികയിൽ തന്നെ അവന്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു. ആ നാഴികയിൽ സൗഖ്യത്തിന്റെ ഒരു അന്തരീക്ഷത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. ഇത് കേവലം ഒരു പഠനമല്ല, ഇത് സൗഖ്യത്തിന്റെ ഒരു അന്തരീക്ഷത്തിൽ നിങ്ങൾ ഇരിക്കുന്ന ഈ വചനം നിങ്ങളിൽ അത്ഭുതങ്ങളെ, സൗഖ്യത്തെ, വിടുതലുകളെ സൃഷ്ടിച്ചെടുക്കുകയാണ്. This is a healing factory. ഇത് സൗഖ്യത്തിന്റെ ഒരു wave. This is a healing wave, a healing revival, a healing wave. Amen, hallelujah. ശതാധിപൻ സൗഖ്യമാകുകയാണ്. 14-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. യേശു പത്രോസിന്റെ വീട്ടിൽ വന്നാറേ, ആദ്യം കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി, രണ്ടാമത് ശതാധിപന്റെ ബാല്യക്കാരൻ സൗഖ്യമാകുന്നു, മൂന്നാമത് യെസ്, അവന്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുന്ന, പത്രോസിന്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുക. മൂന്നാമത്തെ സൗഖ്യം, തേർഡ് ഡിവൈൻ ഹീലിംഗ് ഇൻസിഡന്റ്. യെസ്, അവൻ അവളുടെ കൈ തൊട്ടു, പനി അവളെ വിട്ടു, അവൾ എഴുന്നേറ്റ് അവൾക്ക് ശുശ്രൂഷ ചെയ്തു. യേശു ആ പനിയെ ശാസിക്കുക. മാർക്കോസ് സുവിശേഷം വായിച്ചു കഴിഞ്ഞാൽ യേശു എന്താ ചെയ്യുന്നത്? ശാസിക്കുക, ആ പനിയെ ശാസിക്കുക. ഡോക്ടർ ലൂക്ക് പറയുന്നു, യേശു തൊട്ടു, ആ വ്യക്തി, പത്രോസിന്റെ അമ്മായിയമ്മ സൗഖ്യമായി. ഹല്ലേലൂയ. പിന്നെന്ത് സംഭവിച്ചു? വൈകുന്നേരം ആദ്യം ഈ 3 വ്യക്തികളെ യേശു സൗഖ്യമാക്കി. അത് കഴിഞ്ഞ് 15-ാമത്തെ വാക്യം വരുമ്പോൾ സുവിശേഷകനായ മത്തായി എഴുതുന്നതാണ്, വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. മർക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഭൂതഗ്രസ്തർ മാത്രമല്ല, നാനാവ്യാധിക്കാർ പട്ടം മൊത്തവും ആ വീട്ടിന്റെ വാതിക്കൽ, the whole city was at the gate. നമുക്ക് അതൊന്ന് വായിക്കാം. മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം 32-ാമത്തെ വാക്യം. When evening came and after the sun had set, they began bringing to him all who were ill and those who were demon possessed, and the whole city had gathered at the door. വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച ശേഷം അവർ സകലവിധ ദീനക്കാരെയും ഭൂതഗ്രസ്തരെയും ഭൂതഗ്രസ്തരെ മാത്രമല്ല, സകല all manner of disease and sickness, സകലവിധ ദീനക്കാരെയും ഭൂതഗ്രസ്തരെയും യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. പട്ടണമൊക്കെയും വാതിക്കൽ വന്നുകൂടി നാനാ വ്യാധികളിൽ വലഞ്ഞിരുന്ന അനേകരെ അവൻ സൗഖ്യമാക്കി. നാനാവ്യാധിക്കാരായ മനുഷ്യരെ എന്ത് ചെയ്ത്? യേശു സൗഖ്യമാക്കി. ഇനി തിരിച്ച് നമുക്ക് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് നമുക്കൊന്ന് പോകാം. വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഭൂതഗ്രസ്തരെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി. And he healed all. അവൻ എല്ലാ വ്യാധിക്കാരെയും,
17 times in the Gospels ഈ ഒരു phrase, he healed them all. അവൻ എല്ലാവരെയും സൗഖ്യമാക്കി. ആ വാർത്ത നിങ്ങൾ വീണ്ടും കേൾക്കുകയാണ്. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിക്കും. അതെ, നിന്റെ ആർത്രൈറ്റിസിനെ കർത്താവിനെ സൗഖ്യമാക്കുവാൻ കർത്താവിന് കഴിയും. നിന്റെ മൈഗ്രെയിൻ മാറ്റുവാൻ കർത്താവിന് കഴിയും. നിന്റെ ക്യാൻസർ മാറ്റുവാൻ കർത്താവിന് കഴിയും. നിന്റെ പ്രഷർ മാറ്റുവാൻ, ഡയബറ്റീസിന്റെ രോഗം മാറ്റുവാൻ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. നിന്റെ വന്ധ്യത മാറ്റുവാൻ കർത്താവിന് കഴിയും. അവനെല്ലാം ഇന്ന് പകൽക്കാലം ഹോൾസെയിൽ സൗഖ്യങ്ങൾ, കൂട്ട സൗഖ്യങ്ങൾ. നീ വിശ്വസിച്ചാൽ ആ ഭുജം നിന്നിലേക്ക് വെളിപ്പെടും. ആമേൻ, ആമേൻ. 17ാമത്തെ വാക്യമാണ് നമ്മുടെ സ്പോട്ട്ലൈറ്റ് വാക്യം. ഇതെല്ലാം യേശു ചെയ്തപ്പോൾ എന്താണ് നിവൃത്തിയായത്? യെസ്, അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു, വ്യാധികളെ ചുമന്നുവെന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ തന്നെ. ഹല്ലേലൂയ. അപ്പോൾ ഭൂതഗ്രസ്തർ സൗഖ്യമായപ്പോൾ, വിടുവിക്കപ്പെട്ടപ്പോൾ, രോഗികൾ സൗഖ്യമായപ്പോൾ, കുഷ്ഠരോഗി സൗഖ്യമായപ്പോൾ, ശതാധിപന്റെ ബാല്യക്കാരൻ വിടുവിക്കപ്പെട്ടപ്പോൾ, സൗഖ്യമായപ്പോൾ, പത്രോസിനെ അമ്മായിയമ്മ സൗഖ്യമാക്കിയപ്പോൾ, മത്തായി അപ്പോസ്തലൻ ഇതെല്ലാം രേഖപ്പെടുത്തിയപ്പോൾ പരിശുദ്ധാത്മാ എന്താണ് അവിടെ വിരൽ ചൂണ്ടിക്കാണിക്കുന്നത്? യേശു എന്തിനാ സൗഖ്യമാക്കിയത്? യേശു എന്തിനാണ് ഭൂതഗ്രസ്തരെ വിടുവിച്ചത്? Why did Jesus heal the sick and cast out the demons? 17th verse says, this was to fulfill what was spoken through Isaiah the prophet, that he himself took our infirmities and carried away our diseases. Amen. Hallelujah. യേശു സൗഖ്യമാക്കിയത് ഒരു പ്രവചനം, മെഷിഹയെ കുറിച്ചുള്ള പ്രവചനം നിവൃത്തിയാക്കുവാൻ. The healings and the deliverances that Jesus did was to fulfill the prophetic scriptures of who the Messiah is. Jesus Christ the Savior, Christ the healer, and Christ the deliverer. Once again, Christ the Savior, Christ the healer, and Christ the deliverer. We preach Christ the Savior. We preach Christ the healer. We preach Christ the deliverer. രക്ഷിക്കുന്ന, പാപങ്ങളെ ക്ഷമിക്കുന്ന ക്രിസ്തുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു. സൗഖ്യമാക്കുന്ന ക്രിസ്തുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു. ഭൂതങ്ങളെ പുറത്താക്കുന്ന, വിടുവിക്കുന്ന ക്രിസ്തു. He is Christ the Savior, He is Christ the healer, and He is Christ the deliverer. Nothing less. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 17-ാം വാക്യം ഒന്നുകൂടെ നമുക്ക് വായിക്കാം. Matthew 8:17 once again. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു, വ്യാധികളെ ചുമന്നു. അവൻ നമ്മുടെ വ്യാധികളെ ചുമന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ തന്നെ. The prophetic scriptures were fulfilled. ആമേൻ. മെശിഹ ക്രൂശിൽ മരിക്കുമ്പോൾ, യാഗമാകുമ്പോൾ മെശിഹ നിവർത്തിക്കുന്ന തിരുവെഴുത്തുകൾ, സത്യങ്ങൾ, മനുഷ്യർക്ക് വേണ്ടി ദൈവം പ്രദാനം ചെയ്യുന്ന ദൈവത്തിന്റെ ദാനങ്ങൾ, ദൈവത്തിന്റെ പ്രൊവിഷൻസ് ആണ് അവിടെ വരച്ചു കാട്ടുന്നത്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന തിരുവെഴുത്തുകൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം അതിന്റെ 4-ഉം 5-ഉം വാക്യത്തിലാണ് നാം അത് വായിക്കുന്നത്. യേശു ജനിക്കുന്നതിന് മുമ്പേ, ശുശ്രൂഷിക്കുന്നതിന്റെ മുമ്പേ, 700 വർഷങ്ങൾക്ക് മുമ്പേ, 700 years before, Isaiah the prophet prophesied about the Messiah. യേശു ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുമ്പേ, this will be the sign and the mark of the Messiah. മെശിഹയുടെ ജീവിതത്തിൽ ഇതെല്ലാം നിവൃത്തിയാകണം. 700 വർഷങ്ങൾക്ക് മുമ്പേ പ്രവാചകൻ പ്രവചിച്ചു പറയുകയാണ്, this is the true Messiah. Hallelujah. 4-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. യെസ്. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു വിരിക്കുന്നു. നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു വിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവന്റെ മേൽ വന്നു. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. യെശയ്യാ പുസ്തകം 51-ാം അധ്യായം 1-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ഞങ്ങൾ കേൾപ്പിച്ചത് ആര് വിശ്വസിച്ചിരിക്കുന്നു? ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? 4-ാം വാക്യം വായിക്കാം. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. സാക്ഷാൽ അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു. നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. അവസാനത്തെ വാക്യം, അവന്റെ അടിപ്പിണരുകളാൽ. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു വിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു. അവന്റെ അടിപ്പിണരുകളാൽ. But he was wounded for our transgressions, he was bruised for our iniquities, the chastisement of our peace was upon him, and by his stripes we are healed. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. Surely he has borne our griefs. No, he has borne our sicknesses. He has carried our sorrows. No, he has carried our pains. Hallelujah. English KJV translation ഒക്കെ പണ്ട് ഇത്
ഒരു ആത്മീയമായിട്ടുള്ള സൗഖ്യത്തെക്കുറിച്ച് മാത്രമാണ് ഈ വചനം പറയുന്നത് എന്നുള്ള ഒരു കാഴ്ചപ്പാട്. അങ്ങനെയാണ് ദൈവിക സൗഖ്യം ദൈവസഭകളിൽ നിന്നൊക്കെ ആ വെളിപ്പാട് നഷ്ടപ്പെട്ടു പോയത്. അത് കഴിഞ്ഞാണ് വീണ്ടും തിരുവെഴുത്തുകൾ പഠിച്ചപ്പോൾ ഹല്ലേലൂയ എന്താണ് ഇവിടെ പറയുന്നത്? മെശിഹ യേശു എന്ത് ചെയ്തു? സാക്ഷാൽ അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു. ഒന്ന് പറയാം, അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു. അവൻ നമ്മുടെ വേദനകളെ ചുമന്നു. മെശിഹ യേശു നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന ആ വലിയ ദൈവ പ്രവൃത്തിയെ കുറിച്ച് നമ്മോട് സംസാരിക്കുക, വെളിപ്പെടുത്തുക. സാക്ഷാൽ അവൻ നിങ്ങളുടെ ഡയബറ്റീസ് ചുമന്നു, നിങ്ങളുടെ പ്രഷർ ചുമന്നു, നിങ്ങളുടെ ക്യാൻസർ ചുമന്നു, നിങ്ങളുടെ കിഡ്നി ഫെയിലിയർ ചുമന്നു, നിങ്ങളുടെ വേദനകൾ അവൻ വഹിച്ചു. എബ്രായ ഭാഷയിൽ ചുമന്നു. ബോൺ surely he had borne. അത് നാസ എന്ന് പറഞ്ഞൊരു വാക്കാണ്. നാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തന്റെ മേൽ അത് എടുത്തു. യേശു നമ്മുടെ പാപങ്ങളെ വഹിച്ചു. ഇതാ ലോകത്തിന്റെ പാപങ്ങളെ ചുമക്കുന്ന കുഞ്ഞാട്. അവൻ നമ്മോട് സഹതപിച്ചു എന്നല്ല, അവൻ നമ്മോട് കരുണ തോന്നി എന്നല്ല, അവൻ നമ്മോട് മനസ്സലിവ് തോന്നി എന്നല്ല. It doesn't mean that Jesus had compassion. Jesus sympathized and empathized with us. No. He bore our sins. ബോർ എന്ന് പറഞ്ഞാൽ പാപമില്ലാത്തവൻ. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 21-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യേശു നമുക്ക് വേണ്ടി പാപം ചുമന്നു എന്ന് പറയുമ്പോൾ യേശു നമുക്ക് വേണ്ടി പാപമായി തീർന്നു. പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ, നിത്യജീവൻ പ്രദാനം ചെയ്യുവാൻ, പൈശാചിക അടിമത്വം നമ്മുടെ ജീവിതത്തിൽ തകരുവാൻ യേശു സഹതപിച്ചു. അല്ല, യേശുവിന് മനസ്സലിവ് തോന്നി. അത് മാത്രമല്ല, യേശു നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, നമ്മുടെ പാപത്തെ വഹിച്ചു. യെസ്, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. യേശു പാപം ചുമന്നു. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാണ്. യേശു പാപമായി തീർന്നു. ആ ക്രൂശിൽ നമുക്ക് വേണ്ടി എന്താണ് ദൈവം ചെയ്തത്? യേശു പാപമായി തീർന്നു. പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന്, ആ പെനാൽറ്റിയിൽ നിന്ന്, പൈശാചിക അടിമത്വത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ യേശു പാപമായി തീർന്നു. നമ്മുടെ പാപത്തെ വഹിച്ചു എന്ന് മാത്രമല്ല, യേശു നമ്മുടെ രോഗത്തെ വഹിച്ചു, നമ്മുടെ വേദനകളെ ചുമന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ വേദനകൾ, നിങ്ങളുടെ വ്യാധികൾ, നിങ്ങളുടെ രോഗങ്ങൾ, നിങ്ങളുടെ അസുഖങ്ങൾ അതെന്തായിക്കോട്ടെ, ഒരു നിമിഷം കാൽവറിയിൽ നിങ്ങൾക്ക് വേണ്ടി ആ കഷ്ടം അനുഭവിക്കുന്ന, ആ യാഗം അനുഭവിക്കുന്ന യേശുവിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ നിങ്ങളൊന്ന് ഉയർത്തണമേ. ക്രൂശിൽ കിടക്കുമ്പോൾ എലീ എലീ ലമാ ശബക്താനി, എന്റെ ദൈവമേ എന്നെ കൈവിട്ടത് എന്താ? യേശു എന്ത് ചെയ്യുക? നിങ്ങളുടെ പാപം ചുമക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടി പാപമായി തീരുകയാ, നിങ്ങൾക്ക് വേണ്ടി രോഗിയായി തീരുകയാ. യേശുവിന്റെ ശരീരം അടിക്കപ്പെടുകയാ, തകർക്കപ്പെടുകയാ, മുറിവേൽക്കപ്പെടുകയാ, താൻ തിരസ്കരിക്കപ്പെടുകയാ, താൻ ഒറ്റപ്പെടുകയാ. ക്രൂശിൽ യേശു തകർക്കപ്പെടുകയാ. Jesus was wounded, he was pierced, he was bruised, he was beaten, he was broken. നിന്റെ ഡയബറ്റീസ് സൗഖ്യമാകുവാൻ, നിന്റെ ക്യാൻസർ സൗഖ്യമാകുവാൻ, നിന്റെ സന്ധിവേദന മാറുവാൻ, നിന്റെ ശരീരത്തിൽ നീ അനുഭവിക്കുന്ന സകലതും സൗഖ്യമാകുവാൻ വിടുവിക്കുക. യേശു തകർക്കപ്പെടുകയാണ്. Every blow on his body was to see that you can experience divine healing and divine health. Jesus didn't just become sin for us, he also became sickness for us. And he was pierced, he was beaten, he was broken, he was bruised. തല മുതൽ ഉള്ളംകാല് വരെ ആ മുൾക്കിരീടം. നിന്റെ തലവേദന മാറുവാൻ, നിന്റെ ബ്രെയിൻ ട്യൂമർ മാറുവാൻ, നിന്റെ മെനിഞ്ചൈറ്റിസ് മാറുവാൻ, നിന്റെ എൻകെഫലൈറ്റിസ് മാറുവാൻ, നിന്നെ നശിപ്പിക്കുന്ന സകല പൈശാചിക രോഗങ്ങൾ അവൻ നിനക്ക് വേണ്ടി അടികൊണ്ടു. He was broken, he was bruised, he was beaten, he was wounded, he was pierced. ആ വില കർത്താവ് കൊടുത്തു. The price is already paid. എന്റെ സൗഖ്യത്തിന്റെ വില, എന്റെ മക്കളുടെ സൗഖ്യത്തിന്റെ വില, എന്റെ കുടുംബത്തിൽ എന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള സൗഖ്യത്തിന്റെ വില. Hallelujah. He didn't just bore our sins, he bore our sickness. One side of the coin for your spirit, നിങ്ങളുടെ ആത്മാവിന് വേണ്ടിയുള്ള ആ റിഡംഷൻ, ആ വില. On the other side of the coin, നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ദേഹിക്ക് വേണ്ടിയുള്ള സൗഖ്യം. നമുക്ക് പറയാം, salvation and healing are the dual provision. That is a divine exchange, a divine exchange. 2000 വർഷങ്ങൾക്ക് മുമ്പേ അത് കഴിഞ്ഞു എങ്കിലും നിങ്ങൾ അങ്ങനെ ഒന്ന് കാണുമോ? ഹല്ലേലൂയ. 1 പത്രോസ് 2:24 കൂടെ ഒന്ന് വായിക്കാം. 1 Peter chapter 2 verse 24. വീണ്ടും പത്രോസ് അപ്പോസ്തലൻ പാപക്ഷമയും രോഗത്തിൽ നിന്നുള്ള സൗഖ്യത്തെ രണ്ടും കൂടി ഒരുമിച്ച് ചേർക്കുന്ന മനോഹരമായ ദൈവവചനത്തിന്റെ വെളിപ്പാടുകൾ. യെസ്, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ, അവൻ യേശു തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി. അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട്, യേശു നമ്മുടെ പാപത്തോട് സഹതപിച്ചു, അല്ല കരുണ കാണിച്ചു. യേശു ചുമന്നു, നമ്മുടെ പാപം ചുമന്നു, നമ്മുടെ രോഗം ചുമന്നു. നമ്മൾ സൗഖ്യമാകുവാൻ പോകുക എന്നല്ല, that you are going to be healed അല്ല, you were healed in the will, in the mind of God. അവന്റെ അടിപ്പിണരുകളാൽ
അവന്റെ നിങ്ങൾക്ക് അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. അവന്റെ അടിപ്പിണരുകളാൽ the price is already paid. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു നിമിഷം ക്രൂഷ്യൽ നമുക്ക് വേണ്ടി യേശു യാഗമായി തീർന്നപ്പോൾ യഥാർത്ഥ മെഷിഹ, the true Messiah, ആ പ്രവചനങ്ങൾ നിവൃത്തിയാകുക. സാക്ഷാൽ അവൻ നമ്മുടെ രോഗങ്ങളെ ചുമന്നു, നമ്മുടെ വേദനകളെ വഹിച്ചു. മാനസിക രോഗമാണോ, മാനസിക സമ്മർദ്ദങ്ങളാണോ, ഭയമാണോ, കൽവറിയിൽ നിന്ന് ആ സൗഖ്യം നിങ്ങൾക്ക് വേണ്ടി ഒഴുകുകയാണ്. അവൻ നിങ്ങളുടെ രോഗത്തെ ചുമന്നു, അവൻ നിങ്ങളുടെ വേദനകളെ വഹിച്ചു. അതെ, കണ്ണ് സംബന്ധമായ രോഗികൾ സൗഖ്യമാകുന്നു. എഫാത്ത, നിങ്ങളുടെ ചെവിയുടെ അവസ്ഥകൾ, അടഞ്ഞു കിടക്കുന്ന സകലതും, ഹല്ലേലൂയ, ഒരു സൗഖ്യത്തിന് നദി ഒഴുകുകയാണ്. അത് നിങ്ങളുടെ വ്യാധികളെ യേശു ചുമന്നു, നിങ്ങളുടെ വേദനകളെ അവൻ ചുമന്നു, നിങ്ങളുടെ രോഗത്തെ അവൻ ചുമന്നു, അവൻ നിങ്ങളുടെ വേദനകളെ വഹിച്ചു. നിങ്ങളുടെ ക്യാൻസർ ചുമന്നു, നിങ്ങളുടെ ഞരമ്പിന്റെ പ്രശ്നങ്ങൾ ചുമന്നു, നിങ്ങളുടെ പാരാലിസിസ് യേശു ചുമന്നു, നിങ്ങളുടെ ലിവർ ഫെയിലിയർ യേശു ചുമന്നു, നിങ്ങളുടെ ഹൃദയ സംബന്ധമായ രോഗത്തെ യേശു ചുമന്നു. ആ വില കൊടുത്തു, യേശു അടിക്കപ്പെട്ടു. യേശുവിന് കൊടുത്ത, യേശു വഹിച്ച, യേശു ഏറ്റെടുത്ത ഓരോ അടിയും നിങ്ങളുടെ സൗഖ്യമാണ്. ഓരോ അടിയും നിങ്ങളുടെ സൗഖ്യമാണ്. അവന്റെ കൈ ഇരുമ്പാണുകളാൽ അടിക്കപ്പെട്ടു, അവന്റെ തലയിൽ മുൾക്കിടപ്പെട്ടു, അത് സൗഖ്യമായി. തല മുതൽ ഉള്ളംകാല് വരെ നീ സൗഖ്യമാകുവാൻ യേശു അടിക്കപ്പെടുക, മുറിവേൽക്കപ്പെടുക, തകർക്കപ്പെടുക. അവന്റെ പുറം ഉരുവചാലുകൾ പോലെ തകർക്കപ്പെടുക. നീ സൗഖ്യമായി കാണുവാൻ, നീ സൗഖ്യമായി കാണുവാൻ, നീ സുഖം അനുഭവിക്കുവാൻ. അതെ, സൗഖ്യത്തിന്റെ ഒരു ഉറവ തുറക്കുകയാണ്. A fountain of God's healing, a river of God's healing, a healing wave. യേശുവിന്റെ രോഗം വഹിച്ചതുകൊണ്ട്, നിന്റെ സൈനസൈറ്റിസ് വഹിച്ചതുകൊണ്ട്, നിന്റെ അലർജി വഹിച്ചതുകൊണ്ട്, നിന്റെ ലങ്ങിന്റെ ഇഷ്യൂ വഹിച്ചതുകൊണ്ട്, നിന്റെ ശ്വാസകോശങ്ങളിൽ ഉള്ള സൗഖ്യം, നിന്റെ രോഗം യേശു വഹിച്ചു. നീ യേശു നിനക്ക് വേണ്ടി യേശുവിന് സൗഖ്യം പ്രദാനം ചെയ്യുക. ആ രണ്ട് കരം ഒന്ന് ഉയർത്താം, ആ സൗഖ്യത്തെ ഒന്ന് സ്വീകരിക്കാം. നിങ്ങളുടെ വേദനകൾ, രോഗം യേശു ചുമന്നു വഹിച്ചു. ഈ യേശു നിങ്ങൾക്ക് സൗഖ്യം പ്രദാനം ചെയ്യുക. അവന്റെ അടിപ്പിണരുകളാൽ, അവന്റെ അടിപ്പിണരുകളാൽ, അവന്റെ മുറിവുകളാൽ ആ സൗഖ്യം നിങ്ങളിലേക്ക് ഒഴുകുകയാണ്. രണ്ട് കരം ഒന്ന് ഉയർത്തിപ്പിടിക്കണമേ. സൗഖ്യം ഒഴുകി വരികയാണ്, സൗഖ്യം ഒഴുകുകയാണ്. കാൽവറിയിൽ നിന്ന് സൗഖ്യം ഒഴുകുകയാണ്. അവന്റെ അടിപ്പിണരുകളാലുള്ള സൗഖ്യം, സൗഖ്യമാണ്. Be made healed, be made whole, be healed in the name of Jesus. Blind eyes open, deaf ears open, paralysis, we command you to leave. Every demon oppression, എല്ലാ പൈശാചികളും സൗഖ്യമാകും. ആ കരം ഉയർത്തി, ആ കരങ്ങളൊന്ന് ഉയർത്തി പിടിച്ച് ആ സൗഖ്യം ഒഴുകട്ടെ, ആ സൗഖ്യം ഒഴുകട്ടെ, സൗഖ്യം ഒഴുകട്ടെ. തല മുതൽ ഉള്ളംകാല് വരെ രോഗദുഃഖങ്ങൾ യേശുവിൻ നാമത്തിൽ വിട്ടുമാറുന്നു. ദൈവിക സൗഖ്യം യേശുവിൻ നാമത്തിൽ. ജീസസ്, ജീസസ്, ജീസസ്. ഉറക്കെ നമുക്ക് വീണ്ടും യേശുവേ, എല്ലാവരും ചേർന്ന് യേശുവേ, 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 യേശുവേ. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? വിശ്വസിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കരങ്ങളെ ഒന്ന് ഉയർത്തി.
ഇന്ന് പറയപ്പെട്ട പ്രസംഗിക്കപ്പെട്ട ഈ ദൂത്, ഈ വെളിപ്പാട്, അത് നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക്, നിങ്ങളുടെ ഭവനങ്ങളിലേക്ക്, നിങ്ങളുടെ മക്കളിലേക്ക്, നിങ്ങളുടെ കുടുംബത്തിലേക്ക് അതൊരു നദി പോലെ, സൗഖ്യ നദി പോലെ. ആ കരം പഠിച്ച് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഞാനത് സ്വീകരിക്കുന്നു അപ്പ. ആ രോഗമുഖം തകർന്നു, ആ ശാപങ്ങൾ തകർന്നു, ആ വ്യാധികൾ നിങ്ങളെ വിട്ടുപോയി. കരമുയർത്തി വീശെന്ന് പറഞ്ഞ് ഞാൻ സൗഖ്യമായി, ഞാൻ സൗഖ്യമായി. അവന്റെ അടിപ്പിണരുകളാലുള്ള സൗഖ്യം. ഒരു പ്രാവശ്യം നമുക്ക് പറയാം, അവന്റെ അടിപ്പിണരുകളാൽ, യേശുവിന്റെ അടിപ്പിണരുകൾ. ഒന്നും കൂടെ, ഞാൻ സൗഖ്യമായി. ധൈര്യത്തോടൊന്ന് പറയാം, ഞാൻ സൗഖ്യമായി. യേശുവിന്റെ അടിപ്പിണരുകളാൽ, യേശു അടികൊണ്ടതുകൊണ്ട്, യേശു തകർക്കപ്പെട്ടതുകൊണ്ട്, യേശു മുറിവേൽക്കപ്പെട്ടതുകൊണ്ട് ഞാൻ സൗഖ്യമായി. That's God's guarantee. ഒരു പൈശാചിക രോഗത്തിന് നിങ്ങളുടെ മേൽ ആധിപത്യം വില കൊടുത്തു. യേശു അടികൊണ്ടു. നിങ്ങൾ വിശ്വസിച്ചാൽ പരിശുദ്ധാത്മാവ്, that's your inheritance. അത് നമ്മുടെ ഓഹരിയാണ്, നമ്മുടെ അവകാശമാണ്. Praise God, praise God. കാലം മരിച്ചു നമുക്ക് ദൈവത്തിന് അറിയാം. God bless you, God bless you, God bless you. ദൈവം ധാരാളമായി നിങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ.